ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലെ വേറൊരു ടോപ്പിക് എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതിന്റെ വേരിയസ് ടൈപ്സ് നമ്മൾ കവർ ചെയ്തിരുന്നു. ഓക്കെ, ദെൻ ഇന്ററാക്ഷൻസ്. ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് വെർബൽ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നമുക്ക് നോക്കാം. It is the communication using words or speech between the pharmacist and the patient. Here, language plays an important role in the verbal communication. It makes exchange of the information easier and it is the most common method of communication between the healthcare provider and the patient. Okay, എന്താണ് verbal communications? It is the കമ്മ്യൂണിക്കേഷൻ യൂസിങ് വേർഡ്സ് ഓർ സ്പീച്ച് അല്ലെ. ഇപ്പോ എന്താണ് വേർഡ്സ് അല്ലെങ്കിൽ സ്പീച്ച് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇപ്പൊ എന്താണ് ഒരു ഇതാണ് വാക്കുകളോ അല്ല എങ്കിൽ എന്താണ് സംസാരം, സ്പീച്ച്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഫാർമസിസ്റ്റും പേഷ്യന്റും രോഗിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് എന്താണ് യൂസിങ് വേർഡ്സ് ഓർ സ്പീച്ച് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മീഡിയത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് മോഡിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആരൊക്കെ തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ഫാർമസിസ്റ്റ് ആൻഡ് ദ പേഷ്യന്റ്. ഓക്കെ, അഥവാ നമുക്ക് പറയാം എന്താണ് വാക്കുകൾ ഉപയോഗിച്ച് എന്താണ് അവർ കാര്യങ്ങൾ പറയാണ്, എക്സ്പ്രസ് ചെയ്യാണല്ലേ. അപ്പൊ ദാറ്റ് ടൈപ്പ് ഓഫ് ദ കമ്മ്യൂണിക്കേഷനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ലാംഗ്വേജ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ വെർബൽ കമ്മ്യൂണിക്കേഷൻസ്. എന്താണ് ഭാഷയ്ക്ക്, അതായത് ലാംഗ്വേജിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പാർട്ട് ആര് തന്നെയാണ്? ലാംഗ്വേജ് തന്നെയാണ്. ഇറ്റ് മേക്സ് എക്സ്ചേഞ്ച് ഓഫ് ദ ഇൻഫോർമേഷൻസ് ഈസിയർ. അതായത് എന്താ, ഇപ്പൊ നമുക്ക് രോഗിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്താണ് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലെ, എന്നാലല്ലേ അവർക്ക് അത് എന്താണ് മനസ്സിലാകുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ മലയാളം ആണ് അറിയാവുന്ന വിചാരിക്കുക രോഗിക്ക്. അപ്പൊ നമ്മൾ എങ്ങനെ മലയാളത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുക, മരുന്ന് എങ്ങനെ കഴിക്കണം, മാത്രമല്ല ഇത് എപ്പോഴാണ് കഴിക്കേണ്ടത്, ഇത് കഴിക്കുമ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് രോഗി ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് അവർക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷ കൂടിയാണ് എന്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ, അതുവഴി എന്താണ് ഇൻഫോർമേഷൻസിന് ആ ഒരു എക്സ്ചേഞ്ച് എന്തായി ഈസിയറായി. ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ കാരണം ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻസ് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് മാറി. ഓക്കെ, ഇറ്റ്സ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആൻഡ് ദ പേഷ്യന്റ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഹെൽത്ത് സെക്ടറിൽ അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് നോക്കുകയാണ് എങ്കിൽ ഏതൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ, അതിപ്പോ എന്താണ് നമ്മുടെ ഇവിടുത്തെ കേസിൽ ഫാർമസിസ്റ്റ് ആണ്. ഇപ്പൊ എന്താണ് ആ ഒരു ഫാർമസിസ്റ്റും പേഷ്യന്റും തമ്മിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ കൂടിയാണ് എന്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻസ് വഴി നമുക്ക് എന്തൊക്കെയാണ്, നമുക്കുള്ള എന്തെങ്കിലും ക്വയറീസ് ചോദിക്കാം, അതുപോലെ തന്നെ ഡൗട്ട് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഒക്കെ എന്താണ് ഈ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ കൂടെയാണ് എഫക്റ്റീവ് ആയിട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ അല്ലേ. ആ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് രണ്ട് രീതിയിലാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്താണ് വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻസ്, അതിനെ നമുക്ക് എന്താണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ എന്താണ് ഓവർ ദ ടെലിഫോൺ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്നെന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ് ആണ് അല്ലെ, നേരിട്ട് കണ്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. പക്ഷെ മറ്റൊന്ന് എന്താണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, അതായത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്, വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സ്പീച്ച് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇറ്റ്സ് ത്രൂ ആൻ ടെലിഫോൺ അല്ലെ, ഒരു ടെലിഫോണിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കമ്മ്യൂണിക്കേഷൻ യൂസിങ് വേർഡ്സ് ഓർ സ്പീച്ച് ബിറ്റ്വീൻ ദ ഫാർമസിസ്റ്റ് ആൻഡ് ദ പേഷ്യന്റ് ആൻഡ് ദെയർ ഓഫ് two types, that is first one is the face to face communication, അതായത് വൺ ടു വൺ കമ്മ്യൂണിക്കേഷനും പിന്നീടുള്ളത് ഓവർ ദ ടെലിഫോൺ കോൺവെർസേഷൻ. ഓക്കെ അല്ലേ. സോ നമ്മള് എന്താ ഫസ്റ്റ് മെത്തേഡ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണ്. അതിൽ എന്താണ് രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ദ വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ അല്ലെ. അപ്പൊ ഇതിനെ എന്തെന്നും പറയാം, ഇറ്റ്സ് ഓൾസോ കാൾഡ് എ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. അതായത് എന്താണ് ഒരാളുടെ എന്താണ് ഒരാളും മറ്റൊരാളും മുഖാമുഖം സംസാരിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ വൺ ടു വൺ അഥവാ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്പെസിഫിക്
1-to-1 situation is where pharmacist want to communicate with a person. അതായത് എന്താണ് ഫാർമസിസ്റ്റ് ആ ഒരു പേഴ്സൺ, ആ ഒരു വ്യക്തിയായിട്ട് നേരിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിയുമായിട്ട് എന്താണ്, ഇപ്പോ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഒരു രോഗി മെഡിക്കൽ ഷോപ്പിൽ വന്ന് മരുന്ന് മേടിക്കുകയാണ്. അപ്പൊ ഫാർമസിസ്റ്റ് ആ രോഗിയോട് മാത്രമല്ലേ സംസാരിക്കുന്നത്, അതായത് അതാ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ആയിട്ട് ഫാർമസിസ്റ്റ് ഒരു പേഴ്സണോട് മാത്രം സംസാരിക്കുന്നതാണ് ഈ ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ. അതായത് 1-to-1 കമ്മ്യൂണിക്കേഷനില് ഫാർമസിസ്റ്റ് ഒരു സമയം എന്താണ് ഒരാളോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനോടല്ല, ഒരേ രോഗിയോടാണ് നേരിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രോഗിയോട് നേരിട്ട് സംസാരിക്കുന്ന രീതി. Here the pharmacist and the person discuss and argue on the important points on the spot by directly communicating with each other. അതായത് ഇപ്പോ ഫാർമസിസ്റ്റും രോഗിക്കും തമ്മിൽ എന്താണ് എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ട് എങ്കിൽ, അതാണ് പറഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട് എങ്കിൽ അവര് തമ്മിൽ എന്താണ് പരസ്പരം നേരിട്ട് സംസാരിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ അവിടെ തന്നെ ചർച്ച ചെയ്യണം. അപ്പൊ ആ സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇപ്പൊ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞു തീർക്കുകയും ചെയ്യും. ഇവിടെ ആർഗ്യൂയിങ് എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നു എന്നുള്ള അർത്ഥമല്ല. എന്താണ് ഇപ്പൊ എന്തെങ്കിലും ഒരു പോയിന്റിനെ പറ്റിയിട്ട് എന്താണ് സംശയമുണ്ട്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദിസ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ദ പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ഫാർമസിസ്റ്റ് thoroughly by analyzing his eye contact and body language. അതായത് ഇപ്പോ എന്താണ് രോഗിയുടെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ ഐ കോണ്ടാക്ട് എന്നിവ നോക്കിയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കാര്യങ്ങൾ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് വെച്ചിട്ട് ഫാർമസിസ്റ്റിന് ആ ഒരു പേഷ്യന്റിനെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻസ്. 1-to-1, അതായത് ഇപ്പൊ നമ്മൾ അയാളുടെ ഫേസ് ടു ഫേസ് അല്ലേ, അപ്പൊ നമുക്ക് മുഖാമുഖം കണ്ടുകൊണ്ടാണ്, അപ്പൊ അയാളുടെ ബോഡി ലാംഗ്വേജസ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ 1-to-1 കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ടു റെഡ്യൂസിങ് ദ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആൻഡ് ദ ബാരിയേഴ്സ്. ഇപ്പോ നമ്മൾ എപ്പോഴും സംസാരിക്കാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ ഈ ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ, അത് നേരിട്ടുള്ള ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചില തെറ്റിദ്ധാരണകൾ, അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യന്റ്, ഫാർമസിസ്റ്റ് അവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻസ് ഇത് മെച്ചപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ചികിത്സ കൂടുതൽ എഫക്റ്റീവ് ആവാനും ഈ ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻസ് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ.